ആറന്മുളയിൽ വീണ ജോർജിനെതിരെ പ്രതിഷേധവുമായി SUCI ആശാപ്രവർത്തകർ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയല്ലാത്ത സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. പ്രവർത്തകർ പത്തനംതിട്ട നഗരത്തിൽ നോട്ടീസ് വിതരണം നടത്തി. ആവശ്യമെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാനും തയ്യാറാകുമെന്ന് SUCI ആശാപ്രവർത്തകർ പറഞ്ഞു. കേരളത്തിലെ ഒരു വിഭാഗം ആശാപ്രവർത്തകർ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സമരത്തിലായിരുന്നു. അവരിൽ ചിലർ ആറന്മുളയിൽ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആറന്മുളയിൽ ഇപ്പോൾ എത്തിയത്? ആറന്മുളയിൽ എത്തിയെന്ന് പറഞ്ഞാൽ ആശാവർക്കർമാർ ആരോഗ്യ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളാണ്. ആരോഗ്യമന്ത്രി ഒരു സ്ത്രീയായിരുന്നു. നമ്മൾ 9 മാസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവും പകലും ഒരു മിനിമം തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്തിട്ട് ആ സമരം മുഖവിലക്കെടുക്കാനോ ആ സമരം ഏറ്റവും മാന്യമായി സെറ്റിൽ ചെയ്യാനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇത്രയും തൊഴിലാളി വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവർ പിന്നെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരാകുന്നത്? നിങ്ങൾക്കെതിരെ ഉയരുന്നൊരു പ്രധാന വിമർശനം ആശ ഒരു കേന്ദ്ര സർക്കാർ പ്രോഗ്രാം ആണെന്നിരിക്കെ അവർക്കെതിരെ ഒരു തരത്തിലുള്ള സമരങ്ങളും സംഘടിപ്പിക്കുന്നില്ലെന്നാണ് പറയുന്നത്. ഓണറേറിയം തരേണ്ടുന്ന സംസ്ഥാന സർക്കാരാണ്. എല്ലാ സ്റ്റേറ്റിലും ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാരിനോടാണ് അത് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ സമരം നടത്തി. നിങ്ങളിപ്പോൾ വോളണ്ടിയർമാരായിട്ടാണല്ലോ ആശാ വർക്കർമാരെ കണക്കാക്കുന്നത്. അത് മാറ്റി ജീവനക്കാരെന്ന നിലയ്ക്ക് ആക്കണ്ടേ? തീർച്ചയായിട്ടും അടിസ്ഥാന ഡിമാൻഡ് ആശാ വർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അത് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്, അത് കേന്ദ്രമല്ല, സംസ്ഥാന സർക്കാരാണ്. ആറന്മുളയിലെ ഇപ്പോഴത്തെ പ്രതിഷേധം വീണ ജോർജിനെതിരെ മാത്രമാണോ അതോ NDA സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കുമ്മനം രാജശേഖരനെതിരെയും ഉണ്ടോ? ഞങ്ങൾ സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ 266 ദിവസം തലസ്ഥാനത്ത് സ്ത്രീകളെ, തൊഴിലാളികളെ, സ്ത്രീ സൗഹൃദം എന്ന് പറയുന്നൊരു ഗവൺമെൻറ്, തൊഴിലാളി പക്ഷം എന്ന് പറയുന്നൊരു ഗവൺമെൻറ്, ജനാധിപത്യ ഗവൺമെൻറ്റാണെന്ന് പറയുന്നവർ തൊഴിലാളി വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായി സ്ത്രീ തൊഴിലാളികളെ തെരുവിലിട്ട് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അശ്ലീലം പറയുകയും ചെയ്ത ആളുകളെ ഇനി തിരഞ്ഞെടുക്കരുതെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെയും ആരോഗ്യമന്ത്രിയായിരുന്ന വീണ ജോർജിനെതിരെയുമാണ് ഇപ്പോൾ പ്രതിഷേധ സൂചകമായി ഒരു വിഭാഗം ആശാപ്രവർത്തകർ പത്തനംതിട്ടയിലെത്തിയിരിക്കുന്നത്. ആറന്മുള മണ്ഡലത്തിലെ വോട്ടർമാരെ കണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ വിമർശനങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. ക്യാമറമാൻ CR ജറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.